ഹായ് എവരി വൺ, ഡീപ്പ് ലേണിംഗ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ അഗെയിൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് വെയിറ്റ് ഇനിഷ്യലൈസേഷൻ ടെക്നിക്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയിറ്റ് ഇനിഷ്യലൈസേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അത് എന്തിനാണ് ആ രീതിയിൽ ചെയ്യുന്നത്? കാരണം നമുക്കറിയാം, ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ്സ് എല്ലാം ആദ്യമേ ഇനിഷ്യലി റാൻഡം ആയിട്ടാണ് അസൈൻ ആവുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെ അസൈൻ ആവുന്നതനുസരിച്ച് നമ്മുടെ മോഡൽ ട്രെയിൻ ആവുന്നതിനും അതിൻ്റെ എഫിഷ്യൻസിയും നല്ല റിസൾട്ട് കിട്ടാനും ഒക്കെ കുറച്ച് ഹാക്സ് ഉണ്ട്. അപ്പോൾ അതെന്താണ് അതിൻ്റെ റീസൺ എന്ന് നോക്കാം. അപ്പം പലപ്പോഴും നിങ്ങളൊരു ന്യൂറൽ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ലോസ് കുറയുന്നില്ല, അല്ലെങ്കിൽ ആക്യുറസി ഫ്ലാറ്റായിട്ട് തന്നെ നിൽക്കുന്നു, കോഡിലൊന്നും പ്രത്യേകിച്ച് എററുകളൊന്നുമില്ല, ബഗ്സ് ഒന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും ഇതിന് റീസൺ? അതിന് ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ഇനീഷ്യലൈസേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കാത്തത് കൊണ്ട് ആവാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഫ്യൂ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വെയിറ്റ് ഇനീഷ്യലൈസേഷൻ എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇൻപുട്ട് ലെയറും ഒരു ഹിഡൻ ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും വരുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഫുള്ളി കണക്റ്റഡ് ന്യൂറൽ നെറ്റ്വർക്കാണ്. കാരണം എല്ലാ ന്യൂറോണിനും നെക്സ്റ്റ് ലെയറിലോട്ട് കണക്ഷൻസ് ഉണ്ട്. ഇവിടെ ഓരോ കണക്ഷനും ഓരോ വെയിറ്റ് വാല്യൂ ആണ്. അതാണ് ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്കിൽ ഇട്ടിരിക്കുന്നത്. ഈ വെയിറ്റ് വാല്യൂസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്, ആ സ്റ്റാർട്ടിംഗ് നമ്പർ ഓരോ വെയിറ്റിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗുഡ് ഇനിഷ്യലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് ലേൺ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ പോസിബിലിറ്റീസ് നമുക്ക് നോക്കാം. സോ നമ്മളൊരു ഗുഡ് സ്റ്റാർട്ട് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നെറ്റ്വർക്ക് ഫാസ്റ്റായിട്ട് ലേൺ ആവുകയും ഫാസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്ത് ബെസ്റ്റ് ട്രെയിൻഡ് വെയിറ്റ് വാല്യൂസ് മോഡൽ സേവ് ചെയ്യാൻ സാധിക്കും. ചില സമയത്ത് അത് സ്ലോ ആയിരിക്കും. അതായത് ഗുഡ് സ്റ്റാർട്ട് അല്ല എന്നുണ്ടെങ്കിൽ സ്ലോ ആയിരിക്കും. പലപ്പോഴും സർക്കിളിങ് കൈൻഡ് ഓഫ് ബിഹേവിയർ കാണാം. ചിലപ്പോൾ മോഡൽ ഒരിക്കലും ലേൺ ആവാതെയും വരാം. അപ്പോൾ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് വെയിറ്റ് ഇനിഷ്യലൈസേഷൻ ടെക്നിക്സിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പലപ്പോഴും നമ്മൾ റാൻഡമായിട്ടാണ് വെയിറ്റ്സ് അസൈൻ ചെയ്യുന്നത്. പക്ഷേ വെറുതെ റാൻഡമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും മുന്നേ പറഞ്ഞ പ്രശ്നങ്ങൾ, അതായത് ലേൺ ആവാതിരിക്കാനും സ്ലോ ലേണിങ്ങിനൊക്കെയുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു 0 വെയിറ്റ്സ് എല്ലാത്തിനും കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? 0 വെയിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ന്യൂറോണും ഐഡൻറ്റിക്കൽ ഒരുപോലെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ എല്ലാ ന്യൂറോണും ഒരേ പാറ്റേൺ ആയിരിക്കും ലേൺ ആവാൻ ഫോഴ്സ്ഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വെയിറ്റ്സിനും അതായത് 0 വെയിറ്റ്സ് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് കോൾഡ് സിമെട്രി പ്രോബ്ലം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി റാൻഡമായിട്ട് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ നമ്പേഴ്സ് കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ 0ക്കും 1നും ഇടയിലുള്ള നമ്പേഴ്സാണ് സാധാരണ കൊടുക്കാറ്. പക്ഷേ അതിലും ഹൈ നമ്പേഴ്സ് പോയി കഴിഞ്ഞാൽ ഓരോ ലെയറും ഈ പറയുന്ന സിഗ്നലിനെ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് എടുത്ത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് ആക്ടിവേഷനിലൂടെ പാസ് ചെയ്യുന്ന വാല്യൂ കൂടുതൽ ഹൈ നമ്പറായിട്ട് മാറും. അപ്പോൾ ഒരു 10 ലെയറൊക്കെ ഉള്ള നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് പ്രൊപ്പഗേഷൻ വാല്യൂസ് വളരെ എക്സ്ട്രീംലി ഹൈ ആയിട്ട് വരും. അപ്പോൾ ഇതിന് നമ്മൾ എക്സ്പ്ലോഡിങ് സിഗ്നൽ അല്ലെങ്കിൽ എക്സ്പ്ലോഡിങ് ഗ്രേഡിയൻ്റ് എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. ഹൈ നമ്പറിലോട്ട് പോകും, വളരെ വലിയ ഹ്യൂജ് നമ്പറിലോട്ട് പോകുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. അപ്പോൾ വെറുതെ റാൻഡം വലിയ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. സെയിം തിങ് നമ്മൾ റാൻഡം വളരെ ടൈനി നമ്പർ കൊടുത്താലും പ്രശ്നമാണ്. കാരണം ടൈനി നമ്പർ, ഫ്രാക്ഷണൽ വാല്യൂസ് തീരെ ചെറിയ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇത് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആ വാല്യൂ ഷ്രിങ്ക് ചെയ്ത് പോവുകയും ആ സിഗ്നൽ തന്നെ വാനിഷ് ചെയ്ത് പോകാനായിട്ട് വളരെ 0 വാല്യൂ, നമുക്കറിയാം ഓവർഫ്ലോ അല്ല അണ്ടർഫ്ലോ എറേഴ്സ് ഉണ്ട്. നമുക്ക് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിന് ലിമിറ്റഡ് മെമ്മറി കപ്പാസിറ്റി നമുക്കുള്ളൂ. അപ്പോൾ വളരെ ചെറിയ പ്രിസിഷനിലോട്ട് പോകുമ്പോൾ അത് 0 ആയിട്ട് മാറുകയും നമുക്ക് ലേണിംഗ് പ്രോപ്പറായിട്ട് നടക്കാതെയും വരും. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ ഇഷ്യൂ. അപ്പോൾ ഈ രണ്ട് കേസിലും എക്സ്പ്ലോഡിങ് ആൻഡ് വാനിഷിങ് സിനാരിയോയിൽ നമുക്ക് ഈ പറയുന്ന പോലെ റാൻഡമായിട്ട് വെയിറ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പോൾ സ്കെയിൽ ഓഫ് നമ്മുടെ വെയിറ്റിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് ലെയർ ബൈ ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ റാൻഡമായിട്ട് കൊടുക്കുക എന്നുള്ളതല്ല, അൺസ്കെയിൽഡ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ ആക്ച്വൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 ടെക്നിക്സ് ഉണ്ട്. ഇനിഷ്യലൈസേഷൻ ടെക്നിക്സിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 2 പറയാം. സേവിയർ അല്ലെങ്കിൽ ഗ്ലോറോട്ട് എന്ന് പറയുന്ന പേരിൽ ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ ഹേ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്കുണ്ട്. രണ്ടിൻ്റെയും പർപ്പസ് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻഡ്യൂഷൻ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് എങ്ങനെയായിരിക്കും ഇത് കോഡിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്? അതായത് ഇപ്പം നമ്മൾ ഗ്ലോറോട്ട് അല്ലെങ്കിൽ സേവിയർ ഇനിഷ്യലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡെൻസ് ലെയർ മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കേർണൽ ഇനിഷ്യലൈസർ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ഗ്ലോറോട്ട് യൂണിഫോം കൈൻഡ് ഓഫ് ഇനിഷ്യലൈസേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുക സേവിയർ അല്ലെങ്കിൽ ഗ്ലോറോട്ട് ഇനിഷ്യലൈസേഷൻ ആയിരിക്കും.
രണ്ടും സെയിം പേര് തന്നെയാണ്. ബേസ്ഡ് ഓൺ അത് ഡെവലപ്പ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ റിസർച്ചേഴ്സിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. അപ്പോൾ കേരാസ് അല്ലെങ്കിൽ എല്ലാ ലൈബ്രറിയിലും ഇതേ ഫീച്ചേഴ്സൊക്കെ നമുക്കുണ്ട്. എന്ത് ടൈപ്പ് ഇനിഷ്യലൈസേഷൻ വേണമെന്നുള്ളത് നമുക്ക് ഓരോ ലെയറിനും അല്ലെങ്കിൽ ഓരോ ലെയറിനും നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ചൂസ് ചെയ്തുകൊള്ളും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണലി എന്താണ് സംഭവിക്കുന്നത് ഞാൻ നെക്സ്റ്റ് പറയാം. ഉദാഹരണത്തിന് സേവിയർ ഇനിഷ്യലൈസേഷനിൽ അത് എങ്ങനെ വെയിറ്റ് വാല്യൂസ് വരണം അല്ലെങ്കിൽ ആ റാൻഡം ഇനിഷ്യലൈസേഷൻ വാല്യൂസ് വരണം എന്നുള്ളത് ഡിപ്പെൻഡ് അപ്പോൺ ഒരു പർട്ടിക്കുലർ ന്യൂറോണിലോട്ടുള്ള നമ്പർ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കണക്ഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ സേവിയർ എന്ന് പറയുന്ന ടെക്നിക്ക് എത്ര കണക്ഷൻസ് അതിലോട്ട് വരുന്നുണ്ടെന്നും അതിൽ നിന്ന് പോകുന്നുണ്ടെന്നുള്ളതും ഒബ്സർവ് ചെയ്യും. അതായത് കൂടുതൽ കണക്ഷൻസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ പറയുന്ന വെയിറ്റ് വാല്യൂസിനെ അത് കുറച്ച് ഷ്രിങ്ക് ചെയ്യാൻ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മാത്തമാറ്റിക്കലി നോക്കുന്നതെന്ന് നോക്കാം. അതായത് സേവിയർ നോർമൽ ഇനിഷ്യലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മൾ സെറ്റ് ഓഫ് റാൻഡം വെയിറ്റ് വാല്യൂസ് ആണ് ഒരു ഡെൻസ് ലെയറിന് കൊടുക്കുന്നത്. അപ്പോൾ അത് മീൻ വാല്യൂ എന്ന് പറയുന്നത് 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ന്യൂറോണിലോട്ട് വരുന്ന നമ്പർ ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോർമുലയിൽ നമ്മൾ ഇടും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2 നമ്പർ ഓഫ് ഇൻപുട്സ് പ്ലസ് നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്. ഇതായിരിക്കും അതിൻ്റെ വേരിയൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു 0 മീൻ ആൻഡ് ദിസ് വേരിയൻസ് വാല്യൂ ഉള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് സാമ്പിൾ ചെയ്തിട്ടായിരിക്കും ആ ഒരു വെയിറ്റ് വാല്യൂ അതിന് അസൈൻ ചെയ്തത്. നേരെ മറിച്ച് 2 ടൈപ്പ് ഉണ്ട്. അത് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ സേവിയർ യൂണിഫോം കൈൻഡ് ഓഫ് ടെക്നിക്കാണ്. നമ്മളിവിടെ കോഡിൽ പറഞ്ഞത് സേവിയർ യൂണിഫോം ആണ് അല്ലെങ്കിൽ ഗ്ലോറോട്ട് യൂണിഫോം ആണ്. അപ്പോൾ യൂണിഫോം ടെക്നിക്ക് ആണെന്നുണ്ടെങ്കിൽ അതൊരു മീൻ സെൻറ്റേഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നിന്നല്ലായിരിക്കും എടുക്കുക. അതൊരു ലിമിറ്റിൽ നിന്നായിരിക്കും. ഒരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും ഉണ്ട്. അതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ 6 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 6 ബൈ നമ്പർ ഓഫ് ഇൻപുട്സ് പ്ലസ് നമ്പർ ഓഫ് ഔട്ട്പുട്ട്. ഈ ഒരു വാല്യൂവും അതിൻ്റെ നെഗറ്റീവ് വാല്യൂവും, അതായത് പ്ലസ് ലിമിറ്റ് വാല്യൂവും മൈനസ് ലിമിറ്റ് വാല്യൂവും. അതായത് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 ബൈ നമ്പർ ഓഫ് ഇൻപുട്സ് പ്ലസ് നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്, പ്ലസ് സൈഡിൽ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 ബൈ നമ്പർ ഓഫ് ഇൻപുട്സ് പ്ലസ് നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്. അപ്പോൾ അതൊരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റുമാണ്. ഈ 2 ലിമിറ്റിൻ്റെയും ഇടയിൽ വരുന്ന ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന വെയിറ്റ് വാല്യൂസ് സേവിയർ ടെക്നിക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അഗെയിൻ സെയിം ഐഡിയ ആണ്. അതിലോട്ട് വരുന്ന ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കണക്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന വെയിറ്റ് വാല്യൂസിൻ്റെ റേഞ്ച് അത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് റേഞ്ച് ഹൈ വാല്യൂട്ടും ലോ വാല്യൂലോട്ടും പോകാതെ ആ ന്യൂറോൺസിലോട്ട് വരുന്ന കണക്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു ഡിസൈഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്സ്പ്ലോഡിങ് സിഗ്നൽ ആൻഡ് വാനിഷിങ് സിഗ്നൽ ഇഷ്യൂസ് അതിന് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി അവിടെ ഒരു അസംഷൻ ഉള്ളത്, നമ്മൾ സേവിയർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ സിഗ്മോയിഡ് ആയിരിക്കും അല്ലെങ്കിൽ ടാനേജ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. കാരണം റെലു വരുന്ന കേസുകളിൽ ഇത് ഫെയിൽ ആവും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ റെലു നെഗറ്റീവ് സിഗ്നൽസിനെ ഫുൾ കട്ട് ചെയ്യും, ഓൺലി പോസിറ്റീവ് സിഗ്നൽസിനെ മാത്രമേ ഇത് ഔട്ട്പുട്ടിലോട്ട് വിടുകയുള്ളൂ. ഓക്കെ, സോ റെലുവിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. അതിൽ നെഗറ്റീവ് ഇൻപുട്ട് എന്ത് വന്നാലും അതെല്ലാം 0 ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ 0 ആൻഡ് അബവ് വാല്യൂസിനെ ആസ് സച്ച് ഔട്ട്പുട്ട് ചെയ്യുന്നതാണ് റെലു സിഗ്നൽ. അതുകൊണ്ട് തന്നെ റെലു പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ റെലു യൂസ് ചെയ്യുന്ന സിനാരിയോയിൽ പലപ്പോഴും നമുക്ക് സേവിയർ അല്ലെങ്കിൽ ഗ്ലോറോട്ട് ഇനിഷ്യലൈസേഷൻ യൂസ് ചെയ്യലിൽ നമ്മൾ നെക്സ്റ്റ് ഇനിഷ്യലൈസേഷനിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത് സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹേ ഇനിഷ്യലൈസേഷൻ എന്ന് പറയും. അഗെയിൻ നമ്മൾ കോഡിൽ മെൻഷൻ ചെയ്യുമ്പം ഈ രീതിയിൽ കേർണൽ ഇനിഷ്യലൈസർ എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിൽ ഹേ നോർമൽ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഹേ യൂണിഫോം എന്ന് പറയുന്ന ഒരു ടെക്നിക്കും ഉണ്ട്. നേരത്തെ നമ്മൾ സേവിയറിൽ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് സെയിം വൺ ലൈൻ പാറ്റേൺ ആണ്. ജസ്റ്റ് ആ പേര് മാത്രം മാറ്റിയാൽ മതിയാകും. ഇനി എന്താണ് ഹേയിൽ വന്നു കഴിയുമ്പോൾ ആ ഡിഫറൻസ് നമുക്ക് നോക്കാം. ആ ഫോർമുലയിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഹേ നോർമൽ ആണെന്നുണ്ടെങ്കിൽ 0 മീനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇൻപുട്സ് ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2 ബൈ നമ്പർ ഓഫ് ഇൻപുട്സ് ആയിരിക്കും അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 0 മീനുമുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ടായിരിക്കും ഹേ ഇനിഷ്യലൈസർ അതിൻ്റെ വെയിറ്റ് വാല്യൂസ് എടുക്കുന്നത്. നേരെ മറിച്ച് ഹേ യൂണിഫോം ആണെങ്കിൽ അഗെയിൻ ഒരു അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്, ആ ലിമിറ്റുകളുടെ ഇടയിൽ വരുന്ന ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ നിന്നായിരിക്കും നമ്മൾ വെയിറ്റ് വാല്യൂസ് പിക്ക് ചെയ്യുന്നത്. ലിമിറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 6 ബൈ നമ്പർ ഓഫ് ഇൻപുട്സ് ആണ്. അപ്പോൾ മൈനസ് ലിമിറ്റും പ്ലസ് ലിമിറ്റും, അതായത് ലോവർ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 ബൈ നമ്പർ ഓഫ് ഇൻപുട്സ്, പ്ലസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 ബൈ
നമ്പർ ഓഫ് ഇൻപുട്സ്. ഈ രണ്ട് അപ്പർ ആൻഡ് ലോവർ ബൗണ്ടിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഇടയിൽ ഈ സ്പെസിഫിക് റേഞ്ചിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ വാല്യൂസിനും ഈക്വൽ ചാൻസ് ഓഫ് പിക്കിംഗ് അപ്പ് ആയിരിക്കും. അപ്പോൾ ഇത് സ്പെസിഫിക്കലി ബിൽഡപ്പ് ഫോർ റെലു വരുന്ന ആക്ടിവേഷൻ വരുന്ന ലെയറുകൾക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് എപ്പോൾ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ടാനച്ച് ഓർ സിഗ്മോയിഡ് വരുന്ന കേസിൽ സേവിയർ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സേവിയർ അല്ലെങ്കിൽ ഗ്ലോറോട്ട് അല്ല റെലു വരുന്ന കേസുകൾ നമുക്ക് ഹേ ഇനിഷ്യലൈസർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈവൻ വിത്ത് പെർഫെക്റ്റ് ഇനിഷ്യലൈസേഷൻ സ്റ്റിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ വരാം. അത് വൺ ഓഫ് നമ്മൾ പ്രീവിയസ്ലി എന്താ പറയുക ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ബാച്ച് എഫക്റ്റ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന വെയിറ്റ് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് അപ്ഡേഷൻ, അതായത് ഓരോ ലെയറിൻ്റെയും വെയിറ്റ് അപ്ഡേഷൻ ഒരു ചെറിയ ഡിഫറൻസ് വരാറുണ്ട്. അതായത് ഓരോ ലെയറും റിസീവ് ചെയ്യുന്ന വെയിറ്റ് വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പറയുന്ന ടെക്നിക്കൽ ടൈം എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ കോവേരിയറ്റ് ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന പോലെ ഒരു ലെയർ ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലെയറിലോട്ട് വരുന്ന വെയിറ്റ് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ബോൾ ഒരാൾ എറിയുമ്പോൾ അത് വേറൊരാളെ പിടിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ത്രോയിങ് പൊസിഷൻ മാറിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്കത് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടി കൂടുതലാണ്. റാൻഡമായിട്ട് ആ പൊസിഷൻസ് മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ലെയർ ബൈ ലെയർ പോകുമ്പോൾ വെയിറ്റ് വാല്യൂസിന് വരുന്ന ചേഞ്ചസും ക്യാപ്ചർ ചെയ്യാൻ പ്രശ്നമാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റെഡ് ഓഫ് ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ പാറ്റേൺ ലേൺ ചെയ്യുന്നതിന് പകരം ഈ പറയുന്ന മൂവിങ് ടാർഗറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ചേഞ്ചസിന് വരുന്ന ചേഞ്ചുകൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് അതിൻ്റെ എഫേർട്ട് അതിലോട്ട് പോകുന്നതാണ് ഇതിൽ വരുന്ന ഇഷ്യൂ. അപ്പോൾ അതിന് പറയുന്ന ടെക്നിക്ക്, അതായത് അതിന് സൊല്യൂഷനായിട്ട് വരുന്ന ടെക്നിക്ക് ബാച്ച് നോർമലൈസേഷനാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലും ഡിസ്കസ് ചെയ്തതാണ്. ഒരു നോർമലൈസേഷനും സ്റ്റെപ്പ് അപ്ലൈ ചെയ്യും. ഈ പറയുന്ന ആ ഒരു ലെയറിൽ വരുന്ന എല്ലാ വെയ്റ്റ്സിനും വേണ്ടിയിട്ട് ഒരു അതായത് മീൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. എല്ലാ വെയിറ്റ് വാല്യൂസിനും കുറയ്ക്കും. ഈ പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് വെയ്റ്റ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതൊരു നോർമലൈസ്ഡ് ഇതിലോട്ട് വരും വിത്തൗട്ട് ലോസിങ് ദ ഇൻഫർമേഷൻ. അതായത് ബാച്ച് നോർമലൈസേഷൻ റീസെൻറ്റർ ചെയ്ത് 0 സെൻറ്റേഡ് ആക്കി മാറ്റി റീസ്കെയിൽ ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആക്കി മാറ്റി ഈ വെയിറ്റ് വാല്യൂസിനെ ഓരോ ലെയർ ബൈ ലെയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രാഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാലിബ്രേഷന് ശേഷം ആ വെയിറ്റ് വാല്യൂസ് നമ്മൾ വിഷ്വലി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംവാട്ട് ഇതുപോലെ ആയിരിക്കും അത് വരുന്നത്. അപ്പോൾ റിലേറ്റീവ് ഡിഫറൻസ് സെയിം ആയിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും, പ്രഡിക്റ്റബിൾ ആയിരിക്കും. ആ ഒരു വെയിറ്റ് റേഞ്ചസ് ഒരുപാട് മാറിപ്പോകാതെ 0 സെൻറ്റേഡ് ആയിട്ട് ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലെവലിൽ നിൽക്കും. എന്നാൽ അതിൻ്റെ അകത്ത് ഇൻഫർമേഷൻസോ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെടുകയുമില്ല. സോ അതാണ് ബാച്ച് നോർമലൈസേഷൻ ടെക്നിക്ക്. 2 സ്റ്റെപ്പാണ് അതിൽ വരുന്നത്. നമ്മൾ മീൻ സബ്ട്രാക്ഷൻ, അത് ഇപ്പോൾ ആ ഒരു പറയുന്ന വെയിറ്റ് വാല്യൂസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ 0 സെൻറ്റേഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ സ്കെയിലിംഗ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. അപ്പോൾ ഓരോ മിനി ബാച്ചും റീസെൻറ്റർ ചെയ്ത് റീസ്കെയിൽ ചെയ്തായിരിക്കും ആ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. ബാച്ച് നോർമലൈസേഷൻ ഒരു ലെയറായിട്ട് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഒരു ബാച്ച് നോർമലൈസേഷൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ അതൊരു എന്താ പറയുക ബെസ്റ്റ് പ്രാക്ടീസാണ് നമ്മൾ ലെയറിൻ്റെ ഇടയിൽ ബാച്ച് നോർമലൈസേഷൻ ആഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈ പറയുന്ന മോഡൽ ഇനീഷ്യലൈസേഷൻ ഒക്കെ കറക്റ്റാണ്, പക്ഷേ ട്രെയിനിങ് സമയത്ത് എക്സ്പ്ലോർ ചെയ്യാതെ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിനിങ് ഓൺ ട്രാക്ക് പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടിയിട്ട് ബാച്ച് നോർമലൈസേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ പെർഫെക്റ്റ് ആയിട്ട് ഫാസ്റ്റായിട്ട് ലേൺ ആവുന്നു, കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ട്രെയിനിങ് ബിഹേവിയർ, അതായത് ഇടയ്ക്ക് വെച്ച് ഡൈവേർജ് ആയി പോകാതെ ആ ഒരു ഇത് കിട്ടുന്നു. ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള ഇനീഷ്യലൈസേഷൻ്റെ എഫക്റ്റുകൾ നമുക്ക് കുറവാണ്, അതായത് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഇനിഷ്യലൈസേഷൻ നമ്മളെ ഒരു ഗുഡ് സ്റ്റാർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാച്ച് നോർമലൈസേഷൻ നമുക്കതിൻ്റെ സ്റ്റഡി ആയിട്ടുള്ള ട്രെയിനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. സോ ദാറ്റ് നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ഒരു പ്രോപ്പറായിട്ട് മോഡൽ ലേൺ ചെയ്ത് വരാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റീക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റാൻഡം വെയ്റ്റ്സ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പ്ലോഡിങ് ആൻഡ് വാനിഷിങ് ഇഷ്യൂസ് ഉണ്ട്. അതിനായിട്ടാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ ടെക്നിക്സ് കൊണ്ടുവന്നത്. സേവിയർ അവർ ഗ്ലോറോട്ട്, അതുപോലെ തന്നെ ഹേ ഇനിഷ്യലൈസേഷൻ. അതിന് രണ്ടിൻ്റെയും ഐഡിയ പറഞ്ഞു. അതിൻ്റെ ഒരു വെയിറ്റ് വാല്യൂസ് ചൂസ് ചെയ്യുന്ന ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ ഇൻസൈറ്റ് കിടക്കുന്നത്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷനും എടുക്കും, അതുപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും എടുക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ മീൻ വാല്യൂ 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് അപ്പോൺ ദ നമ്പർ ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്.
ഡിപ്പെൻഡിങ് അപ്പോൺ Xavier ഓർ ഹേ. നേരെ മറിച്ച് ഹേ ഇനിഷ്യലൈസേഷൻ ആണെങ്കിലും ഇതുപോലെ തന്നെ യൂണിഫോം ആൻഡ് സ്റ്റാൻഡേർഡ് ടെക്നിക് ഉണ്ട്. അഗെയിൻ നമ്പർ ഓഫ് ഇൻപുട്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഹേ ഇനിഷ്യലൈസേഷനിൽ ആ ഒരു കാര്യം ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കോവേരിയറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന കാര്യത്തെ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബാച്ച് നോർമലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 1 സെൻറ്റൻസ് ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിഗ്നൽസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുകയും കൺസിസ്റ്റൻ്റ് സൈസിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് ഫാസ്റ്റായിട്ടും ബെസ്റ്റായിട്ടും ലേൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ നല്ല റിസൾട്ടിലോട്ടും എത്തുന്നത്. അപ്പോൾ ഇൻ യുവർ കോഡ് നിങ്ങൾ റെലു ആണ് യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ വരുന്ന കേസുകളിൽ നിങ്ങൾക്ക് ഹേ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടാനജ് സിഗ്മോയിഡ് വരുന്ന സിനാരിയോയിൽ ബാച്ച് Xavier ഇനിഷ്യലൈസേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ലേയേഴ്സ് വരുന്ന നെറ്റ്വർക്കിൽ വരുമ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ബാച്ച് നോർമലൈസേഷൻ ലേയേഴ്സ് ആഡ് ചെയ്ത് ഒരു ലെയറായിട്ട് തന്നെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് സ്റ്റേബിളായിട്ട് ട്രെയിൻ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എല്ലാ ഡീപ്പ് ലേണിംഗ് ഫ്രെയിം വർക്ക്സും PyTorch, TensorFlow, Keras, JAX എല്ലായിടത്തും നമുക്ക് ഈ പറയുന്ന പോലെ ഇനിഷ്യലൈസേഷനും ബാച്ച് നോർമലൈസേഷനും ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ API ഡിസ്കസ് ചെയ്താൽ അല്ലെങ്കിൽ നോക്കിയാൽ മതിയാകും. നമ്മൾ ഓൾറെഡി ഇവിടെ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ APIയിൽ Kerasൻ്റെ കേസിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിരുന്നു. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു കോഡ് എക്സാമ്പിൾ ട്യൂട്ടോറിയൽ എക്സാമ്പിളിൽ നമ്മൾ അത് സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫൺ എക്സസൈസ് എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നത് ഒരു സിമ്പിൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് സീറോ ഇനിഷ്യലൈസേഷൻ അതുപോലെ തന്നെ ഹേ ഇനിഷ്യലൈസേഷനും കൊടുത്തിട്ട് ഈ ലോസ് കർവ് എങ്ങനെയാണ്, അതായത് പ്രോപ്പറായിട്ട് ഏതാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒബ്സർവേഷൻ നിങ്ങൾക്ക് യു ക്യാൻ ടൈപ്പ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ഓൾസോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രെയിം വർക്ക്സ് ഡീപ്പ് ലേണിംഗിൽ വരുന്ന ഫ്രെയിം വർക്ക്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ആ വീഡിയോ ഔട്ടാണ്, ഈ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ യു ക്യാൻ വാച്ച് ഇറ്റ്. PyTorch, TensorFlow, JAX, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, ഏത് സിനാരിയോയിലാണ് ഏത് യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ കരിയർ സ്റ്റേജും അല്ലെങ്കിൽ നിങ്ങൾ ഏത് പൊസിഷനിലാണ് എന്നതിനനുസരിച്ചായിരിക്കും കരിയറിന് നിങ്ങളുടെ ആ ഒരു സീനിയോറിറ്റി ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ആവാൻ വരാൻ സാധ്യതയുള്ളത്. സോ യു ക്യാൻ വാച്ച് ദാറ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഡീപ്പ് ലേണിംഗ് സീരീസ് നമ്മൾ സ്റ്റിൽ അഡീഷണൽ വീഡിയോസ് വരാനുണ്ട്. സോ പുതിയ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.